സ്വർണ വായ്പ എടുത്തിട്ടുണ്ടോ? വില കൂടുന്നത് നല്ലതോ ദോഷമോ? ഇക്കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും. വളരെക്കാലമായി വിശ്വസനീയവും സുരക്ഷിതവുമായ ആസ്തി എന്ന നിലയിലാണ് ഇന്ത്യക്കാര് സ്വർണത്തെ കാണുന്നത്. അതിനാല് തന്നെ കേവലം ആഭരണം എന്ന നിലയിൽ മാത്രമല്ല, മികച്ച നിക്ഷേപമാർഗമായാണ് സ്വർണത്തെ കണക്കാക്കുന്നത്. പണക്ഷാമം നേരിടുമ്പോൾ എളുപ്പത്തിൽ ലഭിക്കുമെന്നതിനാൽ പലരും മറ്റു വായ്പാ ഓപ്ഷനുകളേക്കാൾ സ്വർണ വായ്പകളാണ് ഇഷ്ടപ്പെടുന്നത്. 2024 കൂടുതൽ ആളുകൾ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി സ്വർണം, ഭവന വായ്പക പോലുള്ള സുരക്ഷിത വായ്പകളെ ആശ്രയിച്ചു. ബാങ്ക് ബസാര് മണിമൂട് 2025 സർവേയിൽ ഭവന വായ്പകളിൽ 18% വർധനവും സ്വർണ വായ്പകളിൽ 56% വർധനവുമാണ് കാണിച്ചത്. എന്തുകൊണ്ടാണ് സ്വർണ വായ്പക ജനപ്രിയമാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വ്യക്തിഗത വായ്പകളേക്കാൾ സ്വർണ വായ്പക ലഭിക്കുന്നത് എളുപ്പമാണ് എന്നതാണ് അതിൽ പ്രധാന കാരണം. അവയ്ക്ക് കുറഞ്ഞ രേഖകൾ മാത്രമേ ആവശ്യമുള്ളൂ. മാത്രമല്ല ക്രെഡിറ്റ് പരിശോധനയും ആവശ്യമില്ല. അതിനാൽ തന്നെ സ്വർണ വായ്പ ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള അടിയന്തര ആവശ്യങ്ങൾക്ക് മികച്ച ഓപ്ഷനാക്കി മാറ്റുന്നു. സ്വർണത്തിന്റെ മൂല്യം സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ വായ്പ തുകകളെയും തിരിച്ചടവ് നിബന്ധനകളെയും പണയം വച്ച സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യതയെയും പോലും സ്വാധീനിക്കും എന്നത് തിരിച്ചടിയാണ്. സ്വർണവിലയിലെ വർധനവ് സ്വർണ വായ്പകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കാം. പണപ്പെരുപ്പത്തിനെതിരായ ഒരു കവചമായും സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ അനിശ്ചിതത്വത്തില് വിശ്വസനീയമായ നിക്ഷേപമായും സ്വർണത്തെ കാണുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പണപ്പെരുപ്പം ഉയരുമ്പോഴോ സമ്പദ്വ്യവസ്ഥ മാന്ദ്യം നേരിടുമ്പോഴോ ആളുകൾ സുരക്ഷയ്ക്കായി സ്വർണത്തിലേക്ക് തിരിയുന്നു. ഇത് അതിന്റെ ആവശ്യകതയും വിലയും വർദ്ധിപ്പിക്കുന്നു. ആവശ്യം കൂടുതലാണെങ്കിലും വിതരണം അപര്യാപ്തമാണെങ്കിലും സ്വർണ വില ഉയർന്നേക്കാം. സംഘർഷങ്ങള്, യുദ്ധങ്ങള് തുടങ്ങിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും സ്വർണ വിലയെ സ്വാധീനിക്കുന്നു. പലിശ നിരക്കുകൾ ഉയരുമ്പോൾ നിക്ഷേപകര് സ്വർണത്തേക്കാൾ പലിശ വരുമാനം നൽകുന്ന ആസ്തികളാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നിരക്കുകൾ കുറയുമ്പോൾ സ്വർണം കൂടുതൽ ആകർഷകമാവുകയും വില ഉയരാന് കാരണമാവുകയും ചെയ്യും. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ വില $ലാണ് കണക്കാക്കുന്നത്. ഡോളർ ദുർബലമാകുമ്പോൾ ആഗോളതലത്തില് സ്വർണത്തെ വില കുറഞ്ഞതാക്കുന്നു. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും വില ഉയർത്തുകയും ചെയ്യുന്നു. അതേസമയം ശക്തമായ ഡോളർ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. സ്വർണ വായ്പകളിൽ സാധാരണ ഉപയോഗിക്കുന്ന പദമായ ലോൺ ടു വാല്യൂ (LTV) എന്നത് അനുവദിച്ച വായ്പാ തുകയും പണയം വച്ച സ്വർണത്തിന്റെ വിപണി മൂല്യവും തമ്മിലുള്ള അനുപാതമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന വായ്പാ തുക സ്വർണത്തിന്റെ വിപണി മൂല്യത്തെയും വായ്പ നൽകുന്നയാളുടെ പരമാവധി LTV അനുപാതത്തെയും ആശ്രയിച്ചിരിക്കും. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് 75% വരെ LTV ഉപയോഗിച്ച് സ്വർണ വായ്പക വാഗ്ദാനം ചെയ്യാൻ കഴിയും. അതായത് കടം വാങ്ങുന്നവർക്ക് അവരുടെ സ്വർണ മൂല്യത്തിന്റെ 75% വരെ വായ്പയായി ലഭിക്കും. സ്വർണ വായ്പക അതിന്റെ വിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളോട് വളരെ സെൻസിറ്റീവുമാണ്. വില ഉയരുമ്പോൾ കടം വാങ്ങുന്നവർക്ക് ഉയർന്ന വായ്പ തുകകൾ ആക്സസ് ചെയ്യാൻ കഴിയും. എന്നാൽ വില കുറയുകയാണെങ്കിൽ വായ്പാ യോഗ്യത കുറയുന്നു. സ്വർണവിലയിലെ ഇടിവ് നിലവിലുള്ള സ്വർണ വായ്പ കടം വാങ്ങുന്നവർക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. വായ്പ കൊടുക്കുന്നവർ അവരോട് കൂടുതൽ സ്വർണം പണയം വയ്ക്കാനോ അല്ലെങ്കിൽ കുറവ് നികത്താനോ ഭാഗിക തിരിച്ചടവുകൾ നടത്താനോ ആവശ്യപ്പെട്ടേക്കാം. സ്വർണവിലയിലെ ഇടിവ് LTV അനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ അനുവദനീയമായ പരിധി കവിയാൻ സാധ്യതയുണ്ട്. ബാലൻസ് പുനഃസ്ഥാപിക്കാൻ വായ്പ കൊടുക്കുന്നവർക്ക് അധിക പേയ്മെന്റ് അല്ലെങ്കിൽ ഈട് അഭ്യർത്ഥിക്കാം. എന്നിരുന്നാലും വായ്പ നൽകുന്നവർ സാധാരണയായി പ്രതിമാസ ശരാശരി സ്വർണവിലയെ അടിസ്ഥാനമാക്കി വായ്പാ യോഗ്യത തീരുമാനിക്കാറുണ്ട്. ഇത് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉൾക്കൊള്ളാൻ ഉപഭോക്താക്കളെ പ്രാപ്തരാക്കും. എന്നാൽ സ്വർണവില കുത്തനെ ഇടിഞ്ഞാൽ അവർ അധിക ഈടോ ഭാഗികമായോ തിരിച്ചടവ് ആവശ്യപ്പെട്ടേക്കാം. ഇത് വായ്പ വാങ്ങുന്നയാൾക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. സ്വർണ വായ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങളുടെ ഈടിന്റെ 75% വരെ വായ്പയായി കഴിയുമെന്നതിനാൽ മികച്ച ഡീലിനായി ബാങ്കുകളിലെയും NBFCകളിലെയും ഓഫറുകൾ താരതമ്യം ചെയ്യുക. വ്യക്തിഗത വായ്പകളേക്കാൾ സ്വർണ വായ്പക വില കുറഞ്ഞതായിരിക്കാം. എന്നാൽ നിരക്കുകളും അനുബന്ധ ചാർജുകളും പ്രോസസ്സിംഗ് ഫീസ്, ഫോർക്ലോഷർ ചാർജുകൾ മുതലായവ വായ്പ നൽകുന്നവരിൽ നിന്ന് വ്യത്യാസപ്പെടാം. വാഗ്ദാനം ചെയ്യുന്ന തിരിച്ചടവ് ഓപ്ഷനുകൾ പരിശോധിക്കുകയും നിങ്ങൾക്ക് സാമ്പത്തികമായി അനുയോജ്യമായത് തിരഞ്ഞെടുക്കുകയും വേണം. വിലകൾ ഉയർന്നാൽ നിങ്ങളോട് അധിക ഈടുകളോ തിരിച്ചടവുകളോ ആവശ്യപ്പെടാമെന്ന അനുമാനത്തോടെ മുന്നോട്ടു പോകുക. തിരിച്ചടവുകളിൽ വീഴ്ച വരുത്തിയാൽ അവരുടെ കുടിശ്ശിക വീണ്ടെടുക്കാൻ വായ്പ നൽകുന്നയാൾക്ക് നിങ്ങളുടെ സ്വർണം ലേലം ചെയ്യാൻ കഴിയും. അതിനാൽ നിങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കുന്നതിന് എല്ലായ്പ്പോഴും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുക എന്നതും പ്രധാനമാണ്.